ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ശക്തമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടെ 37 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ എണ്ണ സംഭരണശാലകൾ തകർക്കാൻ ഇസ്രായേലുമായി ചർച്ച നടത്തിയതായി US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് മധു. മോർണിംഗ്, ഒരു ഗുഡ് മോർണിംഗ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത്രയ്ക്ക് ആശങ്കയിലാണ്. കാരണം നമുക്കെപ്പോഴും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരൊക്കെ തന്നെ അവിടെയുണ്ട്. അതുകൊണ്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഭയമാണ്, ആശങ്കയാണ്. ഏറ്റവും പുതുതായി വരുന്ന വിവരങ്ങൾ എന്താണിപ്പോൾ? ഗുഡ് മോർണിംഗ് സ്മിത പറഞ്ഞതുപോലെ ലെബനനിൽ ബെയ്റൂട്ടിൽ പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 37 പേരാണ് കൊല്ലപ്പെട്ടത്. 151 പേർക്ക് പരിക്കേറ്റതായി ലെബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ 3 ദിവസമായി ഏതാണ്ട് 40-ൽ പരം അഗ്നിശമന സേനാംഗങ്ങളും അവരുടെയും ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് ലെബനൻ മന്ത്രാലയം പറയുന്നത്. ഇന്നലെ രാത്രിയിൽ 200-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഇതിൽ അവരുടെ നിരീക്ഷണ കേന്ദ്രങ്ങൾ, ആയുധപ്പുരകൾ ഒക്കെ ഉൾപ്പെടുന്നു. ബെയ്റൂട്ടിൽ ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്തും ആക്രമണം നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇസ്രായേലിന്റെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ച് രഹസ്യാന്വേഷണ വിവരങ്ങളൊക്കെ സമാഹരിച്ചിരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നായിരുന്നു. അതുകൂടാതെ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇസ്രായേലിന്റെ സന്ദേശം തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ 25 ഗ്രാമങ്ങളിലാണ് ഇത്തരം ഒരു സന്ദേശം വന്നത്. 76 പ്രദേശങ്ങളിൽ ഇതിനോടകം ജനങ്ങളോട് ഇസ്രായേൽ ഒഴിഞ്ഞു പോകാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സ്മിത, ഇതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഒരുപക്ഷെ കരയുദ്ധം വ്യാപിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. അതേസമയം ഈ അതിർത്തി കടന്നു വരാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ സേനയെ നല്ല രീതിയിൽ പ്രതിരോധിക്കുവാൻ സാധിച്ചതായി ഹിസ്ബുള്ളയുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. ഗസയിൽ പാലസ്തീൻ ജനതയോട് ഇസ്രായേൽ കാണിക്കുന്ന ക്രൂരതകൾക്കുള്ള മറുപടിയാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിലൂടെ ചെയ്യുന്നതെന്നാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇന്ന് മാധ്യമപ്രവർത്തകരോട് US പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിക്കവേ ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളും അതുപോലെ അവരുടെ എണ്ണ സംഭരണശാലകളും തകർക്കുന്ന കാര്യം ഇസ്രായേലുമായി ചർച്ച ചെയ്തതായി ജോ ബൈഡൻ സമ്മതിച്ചിരിക്കുകയാണ്. ബൈഡന്റെ സംസാരത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഇസ്രായേൽ സ്വയം ഒരു തീരുമാനമൊക്കെ എടുത്ത് അവരുടേതായ രീതിയിൽ പോകട്ടെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ബൈഡന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ചെയ്തിരുന്നു സ്മിത. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.